പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ തിരുവില്ലാമല തൃശ്ശൂർ ജില്ല തിരുവില്ലാമല പഞ്ചായത്തിലുള്ളൊരു വീടാണ് കേട്ടോ. തിരുവില്ലാമല എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടൗണാണ്. കാരണം പ്രധാനമായും നമ്മുടെ വില്വാദ്രിനാഥൻ അമ്പലമൊക്കെ നമ്മുടെ തിരുവില്ലാമലയ്ക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ടൗണിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് 33.5 ലക്ഷം രൂപയ്ക്ക് 6 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമുള്ള വെട്ടുകല്ലുകൊണ്ടൊക്കെ പണിതിട്ടുള്ള പുതിയൊരു വീട് വിൽപ്പനയ്ക്കുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിർബന്ധമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീടിനും ഈ സ്ഥലത്തിനും കൂടെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് 33.5 ലക്ഷം രൂപയാണ് കേട്ടോ. അതായത് 6 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമിലുള്ള എല്ലാവിധ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വീടിന്. ഇനിയിപ്പോൾ ഇതിലൊരു പണി എന്ന് പറയാനായിട്ട് ഈ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. ആ ചുറ്റുമതിൽ കെട്ടിയതിൽ മുൻവശത്തൊരു ഗേറ്റും വെച്ച് ആ മുൻവശത്തെ ഇത് നോക്കൂ, GMൻ്റെ സ്വിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. അതായത് ഒരു തട്ടിക്കൂട്ട് പണിയല്ല, വെട്ടുകല്ല് കൊണ്ടൊക്കെ പണിതിട്ടുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീടുള്ളത്. നമുക്ക് ഈ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് കേട്ടോ. ടൗണിൽ നിന്നാകുമ്പോൾ ഒരു 1.5 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ അത് കറക്റ്റ് സ്ഥലം എവിടെ എന്താണെന്നൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വില ഞാൻ പറഞ്ഞു, 6 സെൻറ്റും 1300 സ്ക്വയർ ഫീറ്റും ഉള്ള ഈ വീടിന് ചോദിച്ചിരിക്കുന്നത് 33.5 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. അത് അദ്ദേഹവുമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നല്ല 2 ബെഡ്റൂമേ ഉള്ളെങ്കിലും അത് നല്ല വലുപ്പത്തിലാണ് 2 ബെഡ്റൂം. അത് രണ്ടും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ഇത് കൂടാതെ വീടിൻ്റെ സൈഡിലായിട്ട് പുറകിൽ ഒരു കോമൺ ബാത്റൂമും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് ഉള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ ഇതിൽ ഫിറ്റിങ്സിൻ്റെ അല്ലറ ചെറിയ പണികളൊക്കെയാണുള്ളത്. അതൊക്കെ വന്ന് നമ്മൾ വീട് കണ്ട് ഇഷ്ടമായത് കണ്ടോ. 3 ഡോറുള്ള ഒരു ചുമർ അലമാര ഇവിടെ പണി ചെയ്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഇൻറ്റീരിയറിലെ വർക്ക്, അടുക്കളയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു ഓപ്പൺ കിച്ചണൊക്കെ ആയിട്ടാണ് ഇതിലുള്ള സൗകര്യം. അപ്പോൾ നമ്മൾ കയറിയ പാടൊരു സിറ്റ് ഔട്ട്, ഹാള്, ഡൈനിങ്, ഒരു ബെഡ്റൂം കണ്ടു. ആ ബെഡ്റൂമിൽ നമ്മൾ പുറത്തിറങ്ങിയ സ്റ്റെയറിൻ്റെ സൈഡിൽ നമുക്ക് ഇൻവെർട്ടർ കണക്ഷനൊക്കെ കണ്ടോ, ഇൻവെർട്ടർ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻറ്റും ഉണ്ട്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഡോറും അതിൻ്റെ കട്ടിലയും മരത്തിൻ്റെ ഒഴികെ ബാക്കി ജനലുകളൊക്കെ ടാറ്റ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ജനലഴികളൊക്കെ ടാറ്റയുടെ ആ ഇരുമ്പ് കട്ടിളയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ 2 ബെഡ്റൂമും കഴിഞ്ഞാൽ നമുക്കിവിടെ ഹാളിനോട് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഒരു ഓപ്പൺ കിച്ചനായിട്ടുള്ളത്. അത് ഇവിടെ ഒരു പുകയില്ലാത്ത ഒരു അടുപ്പ് കത്തിക്കുന്നവർക്ക് അങ്ങനെ 100% വാസ്തു ബേസ്ഡ് ആണ് ഈ ഹൗസ്. കണ്ടോ, അടുക്കളയിലൊക്കെ ടൈൽസൊക്കെ വാൾ ടൈലൊക്കെ ഒട്ടി വളരെ മനോഹരമാക്കിയിരിക്കുന്നു. അടുക്കളയിലൊക്കെ അത്യാവശ്യം ഇൻറ്റീരിയൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. കിച്ചൺ കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബാത്റൂം ഫിറ്റിങ്സ്, അതുപോലെ ആ മുൻവശത്തൊരു ഗേറ്റ് വെച്ച് ആ മുൻവശം മാത്രമേ തേച്ച് തരുള്ളൂ ഈ ഒരു ബഡ്ജറ്റിൽ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട്, ഇത് ഈ പ്ലോട്ടാക്കി കൊടുത്ത സ്ഥലമാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരൊക്കെ ഈ ഭാഗത്ത് ഏകദേശം സ്ഥലങ്ങളൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ 6 സെൻറ്റ് പോരാ എന്നുള്ളവർക്ക് ഈ പ്ലോട്ടിൻ്റെ, അതായത് ഉണ്ടാവും, ഇത് പുറകുവശമാണ്. നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സൗകര്യമൊക്കെ, ഷീറ്റ് ഇറക്കിയിട്ട് വർക്ക് ഏരിയ എടുക്കാൻ പാകത്തിനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം, അതിൽ ഇന്ത്യൻ ക്ലോസറ്റ്, അതിലും പൈപ്പ് ഫിറ്റിങ്സുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അത് ഫിറ്റ് ചെയ്യാനുള്ളൊരു പണി മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെയാണ് നമുക്കൊരു അലക്ക് കല്ല്. ഇതൊരു പുതിയ മോഡലിൽ തുണിയൊക്കെ അതിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് അലക്കാനുള്ളൊരു സൗകര്യത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വെട്ടുകല്ല് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം, സിമെൻറ്റ് കട്ടയല്ല. അപ്പോൾ ഈ വീടിൻ്റെ പുറകുവശത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 2, 3, 4 സെൻറ്റ് സ്ഥലം, ഈ സ്ഥലം പോരാ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. 2 ലക്ഷം രൂപ വരെ ഒരു സെൻറ്റിന് വിലയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആരാധനാലയങ്ങളൊക്കെ നമുക്ക് ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ തിരുവില്ലാമല ടൗണിലാണ് നമുക്ക് മുസ്ലിം പള്ളി ഉള്ളത്. അതുപോലെ ഈ വീടിന് അടുത്ത് തന്നെ വേറൊരു വീട് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ ഈ വീടിനടുത്ത് തന്നെയായിട്ട് നമുക്ക് അമ്പലങ്ങളും ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോക്കൂ, മുറ്റം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അത് ബോർവെൽ കണക്ഷനാണ്, വെള്ളമുള്ളത്. ഈ വീടിൻ്റെ ദർശനം വടക്ക് ദർശനമാണ്, വടക്കോട്ടാണ്
ഈ വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റെയറിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ അകത്തുകൂടെ തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു. മുകളിൽ നമുക്കിനി ഒരു ബെഡ്റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട്. 1 2 വേണമെങ്കിൽ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോയിൽ ഞാൻ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല മണ്ണ് നമുക്കിതിൻ്റെ മുന്നിൽ തന്നെ ഈ വീടിൻ്റെ മുൻവശം ടാർ റോഡാണ്. ആ ടാർ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 5-6 സെൻറ്റ് സ്ഥലമാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു പാർട്ടി മേടിച്ചാണ്. മാവും പ്ലാവും അമ്പാഴങ്ങയും എന്ന് വേണ്ട അത്യാവശ്യം വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോഴേക്കും വെള്ളം നല്ലതുപോലെ നനവുള്ള ഒരു ഭാഗമായതുകൊണ്ട് നനയ്ക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ കായ്ഫലങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ വീടിൻ്റെ പുറകിലുള്ള ഒരു 5 സെൻറ്റ് സ്ഥലം ഇതിനോട് ചേർന്ന് മേടിക്കുകയാണെങ്കിൽ അതിനും കൂടിയുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനുകളൊക്കെ വരുന്നത് ഒന്ന് ഒറ്റപ്പാലം, അതുപോലെ ഷൊർണൂരൊക്കെയാണ് ഉള്ളത്. തൃശ്ശൂർ ജില്ലയാണ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീടുള്ളത്. കറണ്ട് കണക്ഷനും പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. കാര്യങ്ങൾ വ്യക്തമായതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ നേരെ മുന്നിൽ കിടക്കുന്ന ആ സ്ഥലം കേട്ടോ. നോക്കൂ, ഇതിനകത്ത് ഒട്ടുമാവും പ്ലാവും അതുപോലെ അമ്പാഴങ്ങയും പേരയും എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആണ് ഇതേപോലെയുള്ള നമുക്ക് നമ്മുടെ പറമ്പിലും വീടിൻ്റെ തൊട്ട് പുറകിലൊരു സ്ഥലം ഒരു 5-6 സെൻറ്റ് സ്ഥലം വാങ്ങുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.